ഹലോ ഫ്രണ്ട്സ്, 10ാം ക്ലാസ് ജിയോഗ്രഫിയിലെ ഒന്നാം യൂണിറ്റായ ഋതുഭേദങ്ങളും സമയവും എന്ന യൂണിറ്റിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ 4 ദിവസങ്ങളുടെ പ്രത്യേകതകളെ, എന്താണ് ഉത്തരായനം, എന്താണ് ദക്ഷിണായനം, ഇവയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് സമയം. ഇതിനെ നമുക്ക് പ്രധാനമായും 4ആയിട്ട് തിരിക്കാം. 1 പ്രാദേശിക സമയം, 2 ഗ്രീനിച്ച് രേഖ, 3 മാനക സമയം, 4 അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഈ 4 ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റാലുടൻ തന്നെ എല്ലാവരും സമയം നോക്കുന്നവരാണ്, സമയം എത്രയാണെന്ന് നോക്കുന്നവരാണ്. നമ്മൾ എവിടെയാണ് സമയം നോക്കുന്നത്? അതെ, ക്ലോക്ക്, വാച്ച് അതുപോലെയുള്ള സാധനങ്ങളിലാണ് നമ്മൾ സമയം നോക്കുന്നത്. എന്നാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പണ്ട് കാലത്തുള്ളവരും അവരുമെല്ലാം സമയബന്ധിതമായിട്ടാണ് ചെയ്തിരുന്നത്. അവരാണെങ്കിൽ അവർക്ക് നോക്കാൻ ഇത്തരം സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. എന്നിട്ടും അവരെല്ലാം സമയം കൃത്യത പാലിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അവർ എങ്ങനെയാണ് സമയം കണക്കാക്കിയിരുന്നത്? പണ്ട് കാലത്തുള്ളവർ സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴൽ, സൂര്യൻ്റെ ഉച്ചസ്ഥാനം, ഇവയെ ആധാരമാക്കിയാണ് സമയം നിർണയിച്ചിരുന്നത്. സൂര്യൻ തലയ്ക്ക് നേർമുകളിൽ വരുന്ന സമയത്തെ അവർ ഉച്ച 12 മണിയായാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രാദേശിക സമയം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അതെ, സൂര്യൻ്റെ ഉച്ചസ്ഥാനത്തെ, അതായത് സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തെയാണ് നമ്മൾ പ്രാദേശിക സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് അതാതിടങ്ങളിൽ അതാത് പ്രാദേശിക സമയങ്ങൾ പരിഗണിച്ചാൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാക്കും, അല്ലേ? അത് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് കാരണമാകുക എന്നൊന്ന് പറഞ്ഞു നോക്കിയാലോ. നമ്മുടെ രാജ്യത്തുടനീളം ബന്ധിപ്പിച്ചിരിക്കുന്ന റെയിൽവേ സർവീസിന് അവർക്കൊരു കൃത്യമായ സമയം, ഒരു അറിയിപ്പ് നൽകാൻ ഓരോ സ്ഥലങ്ങളിൽ ഓരോ സമയമായാലും പറ്റില്ല. പിന്നെ ഒന്ന്, റേഡിയോ പരിപാടികളുടെ ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നതിന് അറിയിപ്പ് നൽകാൻ സാധ്യമല്ല. പിന്നെ ഒന്ന്, രാജ്യാന്തര പരീക്ഷകൾ അവ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അറിയിപ്പ് നൽകാനും ഓരോ സ്ഥലങ്ങളിൽ ഓരോ സമയമായാൽ കഴിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, ഒരു വർഷം ഉണ്ടാകുന്നത് ഭൂമിയുടെ പരിക്രമണം മൂലമാണെന്ന്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, ഭൂമി സൂര്യനെ വലം വെക്കുന്നതോടൊപ്പം സ്വയം ഭ്രമണം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ ഭ്രമണഫലമായാണ് രാവും പകലും ഉണ്ടാകുന്നത്. ഒരു രാവും പകലും എന്നുള്ളത് 24 മണിക്കൂറല്ലേ? അപ്പോൾ ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിന് 24 മണിക്കൂർ ആവശ്യമാണ്. ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ദിശ എങ്ങനെയാണ്? ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂര്യോദയം കിഴക്കു നിന്നായിരിക്കുന്നത്. ഇനി നമുക്ക് ചില കണക്കുകളിലേക്ക് പോകാം. ഭൂമിയുടെ കോണളവ് എത്രയാണ്? 360 ഡിഗ്രി. അപ്പോൾ ഒരു ദിവസം ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിന് 24 മണിക്കൂർ ആവശ്യമാണ്. അപ്പോൾ 360 ഡിഗ്രി തിരിയാൻ 24 മണിക്കൂർ വേണം. നമുക്ക് ഈ കണക്കുകൾ ചെയ്യുന്നതിനുള്ള സൗകര്യത്തിനനുസരിച്ച് ഈ മണിക്കൂറിനെ നമുക്കൊന്ന് മിനിറ്റിലേക്ക് മാറ്റിയാലോ. മണിക്കൂറിലുള്ള സമയത്തെ മിനിറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ അതിനെ 60 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 24 മണിക്കൂറിനെ 60 മിനിറ്റ് കൊണ്ട് ഗുണിച്ചാൽ 1440 മിനിറ്റ് എന്ന് ലഭിക്കുന്നു. അതായത് 360 ഡിഗ്രി തിരിയാൻ 1440 മിനിറ്റ് വേണം. അപ്പോൾ 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ എത്ര സമയം വേണം? അപ്പോൾ 1440നെ 360 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടും 1 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ 4 മിനിറ്റ് വേണം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാലോ, 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ എത്ര സമയം വേണമെന്ന്? 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ്. 15 ഡിഗ്രി തിരിയാൻ 15നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് 60 മിനിറ്റ് എന്ന് ലഭിക്കുന്നു. അപ്പോൾ 60 മിനിറ്റ് എന്ന് വെച്ചാൽ 1 മണിക്കൂറാണ്. അപ്പോൾ 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശം സൂര്യന് മുന്നിലൂടെ കടന്നു പോകും. ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇവിടെ നിങ്ങളൊരു ചിത്രം കാണുന്നുണ്ട്. ഈ ചിത്രത്തിൽ ഒരു 0 ഡിഗ്രി രേഖാംശമുണ്ട്, 1 ഡിഗ്രി കിഴക്കൻ രേഖാംശവും 1 ഡിഗ്രി പടിഞ്ഞാറൻ രേഖാംശവുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടേക്കാണ്. അതുകൊണ്ട് കിഴക്കോട്ട് പോകുന്തോറും സമയ കൂടുതലും പടിഞ്ഞാറോട്ട് പോകുന്തോറും സമയ കുറവുമാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പം 0 ഡിഗ്രിയിൽ 12 മണിയാണ് സമയം, ഉച്ച 12 മണി. അപ്പോൾ 1 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിൽ എത്രയായിരിക്കും സമയം? 1 ഡിഗ്രി കിഴക്കൻ രേഖാംശം തിരിയാൻ 4 മിനിറ്റാണ് വേണ്ടത്. 1 ഡിഗ്രി രേഖാംശം തിരിയാൻ 4 മിനിറ്റ്. അപ്പോൾ 1 ഡിഗ്രി കിഴക്കൻ എന്ന് പറയുമ്പോൾ കിഴക്കോട്ട് പോകുന്തോറും സമയം കൂടുതലാണ്. അപ്പോൾ 1 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലെ സമയം
0 ഡിഗ്രി രേഖാംശത്തിൽ 12 മണിയാണെങ്കിൽ 1 ഡിഗ്രിയിൽ 12 മണിയോട് 4 മിനിറ്റും കൂടി കൂട്ടുന്നു. അപ്പോൾ 1 ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലെ സമയം 12:04 ആയിരിക്കും. അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി പടിഞ്ഞാറൻ രേഖാംശവും പറഞ്ഞൂടെ? പടിഞ്ഞാറേക്ക് പോകുന്തോറും സമയക്കുറവാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 1 ഡിഗ്രിയാണ് പടിഞ്ഞാറൻ രേഖാംശത്തിലെ സമയമാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ 0 ഡിഗ്രിയിൽ നിന്നും 1 ഡിഗ്രി പടിഞ്ഞാറേക്ക് വരുമ്പോൾ 4 മിനിറ്റ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 12 മണിയിൽ നിന്നും 4 മിനിറ്റ് കുറച്ചാൽ 11:56 ആയിരിക്കും 1 ഡിഗ്രി പടിഞ്ഞാറൻ രേഖാംശത്തിലെ സമയം. അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ തീർന്നു. ഈ കണക്കിലെ ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ഓർത്തു വെക്കണം. ഇത് ഉപയോഗിച്ചാണ് നമുക്കിനി ബാക്കി കണക്കുകളൊക്കെ ചെയ്യാൻ വരുന്നത്. ഇനി നമ്മൾ വേറൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്, നമ്മുടെ ഗ്രീനിച്ച് രേഖ എന്ന ടോപ്പിക്കിനെ കുറിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞതിലൊരു 0 ഡിഗ്രി രേഖാംശത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഈ 0 ഡിഗ്രി രേഖാംശത്തെയാണ് നമ്മൾ ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് എന്ന പേര് നൽകപ്പെട്ടത്? ഇത് ഇംഗ്ലണ്ടിലെ റോയൽ ബ്രിട്ടീഷ് വനനിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്ന ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടിയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഈ രേഖയ്ക്ക് ഗ്രീനിച്ച് രേഖ എന്ന പേര് നൽകപ്പെട്ടത്. ഈ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുമുള്ള സമയം കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ ആദ്യം പ്രാദേശിക സമയത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഗ്രീനിച്ച് രേഖയിലും പ്രാദേശിക സമയം ഉണ്ടാവൂലേ? ഈ ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെയാണ് നമ്മൾ ഗ്രീനിച്ച് സമയം അഥവാ ഗ്രീനിച്ച് ടൈം എന്ന് പറയുന്നത്. ഇങ്ങനെ ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കി ലോകത്തെ 1 മണിക്കൂർ വീതം സമയവ്യത്യാസമുള്ള 24 മേഖലകളായി തിരിച്ചിരിക്കുന്നു. ഇവ സമയമേഖലകൾ അഥവാ ടൈം സോൺസ് എന്ന് അറിയപ്പെടുന്നു. ഇനി നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓരോ രാജ്യങ്ങളും അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിച്ച് കഴിഞ്ഞാൽ, അതായത് വിവിധ പ്രദേശങ്ങളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സമയം പരിഗണിക്കുന്നു എന്ന് കരുതിയാൽ അത് വളരെ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങളാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ രാജ്യങ്ങളും ഏകദേശം ഒരു രാജ്യത്തിൻ്റെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയെ മാനക രേഖാംശമായി പരിഗണിച്ച്, അതായത് സ്റ്റാൻഡേർഡ് മെറിഡിയനായി പരിഗണിച്ച് അതിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ പൊതുസമയമായിട്ട് കണക്കാക്കുന്നത്. ഇങ്ങനെ ലോകത്തിലെ ഓരോ രാജ്യവും ഏറെക്കുറെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖയെ മാനക രേഖാംശമായി പരിഗണിക്കുന്നു, അതായത് സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് പരിഗണിക്കുന്നു. ഈ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയത്തെയാണ് നമ്മൾ മാനക സമയം അഥവാ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രേഖാംശീയ വ്യാപ്തി കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒരു രേഖ മാത്രം പരിഗണിച്ചാൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമാവുമല്ലേ. അതുകൊണ്ട് തന്നെ രേഖാംശീയ വ്യാപ്തി കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നിലേറെ രേഖകളെ മാനക രേഖാംശമായി പരിഗണിച്ച് മാനക സമയങ്ങൾ കണക്കാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ്, ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എത്രയാണ്, അതൊക്കെ കണ്ടെത്താനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി പൂർവ്വരേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ്. അതായത് അരുണാചൽ പ്രദേശ് മുതൽ ഗുജറാത്ത് വരെയുള്ള രേഖാംശീയ വ്യാപ്തിയിൽ നമ്മുടെ ഏറെക്കുറെ മധ്യഭാഗത്തായി കാണുന്ന 82.5 ഡിഗ്രി പൂർവ്വരേഖാംശത്തെയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായി പരിഗണിക്കുന്നത്, അതായത് സ്റ്റാൻഡേർഡ് മെറിഡിയനായിട്ട് പരിഗണിക്കുന്നത്. ഈ 82.5 ഡിഗ്രി പൂർവ്വരേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുസമയമായിട്ട് കണക്കാക്കുന്നത്. ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറയുന്നു. മാനക സമയം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, അതായത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങളിപ്പോൾ ഇവിടെ ഒരു പട്ടിക കാണുന്നില്ലേ? ഇത് ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോകുന്നുള്ള സമയ വ്യത്യാസങ്ങളെല്ലാം അടയാളപ്പെടുത്തിയ ഒരു പട്ടികയാണിത്. ഈ പട്ടികയിൽ 180 ഡിഗ്രി എത്തുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അവിടെ കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കും. നിങ്ങളിപ്പം ഇവിടെ മറ്റൊരു ചിത്രം കാണുന്നില്ലേ? ഇതിൽ എ എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം 180 ഡിഗ്രി രേഖാംശത്തിലാണ്. ഈ ഒരു രാജ്യത്തിലൂടെ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ, അതായത് 180 ഡിഗ്രി രേഖാംശ രേഖ കടന്നു പോവുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങളായിരിക്കും. അപ്പോൾ ഒരു രാജ്യത്തിന് തന്നെ കിഴക്കും പടിഞ്ഞാറും വ്യത്യസ്ത ദിനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ 180 ഡിഗ്രി രേഖാംശത്തെ ഒരു രാജ്യങ്ങളിൽ കൂടിയും കടന്നു പോകാത്ത വിധം
പസഫിക് സമുദ്രത്തിലെ ബെറിങ് കടലിടുക്കുകളിൽ കടന്നുപോകും വിധമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതാണ് ഇവിടെ മുറിഞ്ഞ വരകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ മുറിഞ്ഞ വരകളാണ് അന്താരാഷ്ട്ര ദിനാങ്കരേഖയെ സൂചിപ്പിക്കുന്നത്. ഈ അന്താരാഷ്ട്ര ദിനാങ്കരേഖയ്ക്ക് മറ്റെല്ലാ രേഖാംശങ്ങളിൽ നിന്നും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാൻ പറ്റുമോ? അതെ, മറ്റെല്ലാ രേഖാംശങ്ങളും നേർരേഖയാണ്. അന്താരാഷ്ട്ര ദിനാങ്കരേഖ മാത്രം അതൊരു നേർരേഖയല്ല. നേർരേഖ നമ്മളിപ്പോൾ ആക്കിയതാണെങ്കിൽ അതിലുള്ള ബുദ്ധിമുട്ട് എന്തെല്ലാമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ രേഖ മുറിച്ചു കടന്ന് പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കുറച്ചുമാണ് കണക്കാക്കുന്നത്. ഈ രേഖയാണ് നമ്മൾ അന്താരാഷ്ട്ര ദിനാങ്കരേഖ അഥവാ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇത് 180 ഡിഗ്രി രേഖാംശമാണ്. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ ഇവിടെ ഗ്ലോബ് കാണുന്നില്ലേ? ഈ ഗ്ലോബ് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. ഞാനിപ്പോൾ ഇവിടെ 0 ഡിഗ്രി രേഖാംശത്തെയാണ് ഇവിടെ അടയാളപ്പെടുത്തി. ഇത് 0 ഡിഗ്രി രേഖാംശമാണ്. അപ്പോൾ 0 ഡിഗ്രി രേഖാംശം എന്താണെന്ന് നമുക്കറിയാലോ, ഗ്രീനിച്ച് രേഖ. ഈ ഗ്രീനിച്ച് രേഖയുടെ നേർ എതിർ ദിശയിലാണ് 180 ഡിഗ്രി രേഖാംശം. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇത് 0 ഡിഗ്രി, 0 ഡിഗ്രിയിൽ നിന്ന് നേരെ എതിർ ദിശയിലാണ് നമ്മൾ 180 ഡിഗ്രി രേഖ വരുന്നത്. അതായത് ഗ്രീനിച്ച് രേഖയുടെ ഇങ്ങനെയാണ് രേഖ വരുന്നത്. അതായത് നമ്മുടെ ഗ്രീനിച്ച് രേഖയുടെ നേർ എതിർ ഭാഗത്താണ് 180 ഡിഗ്രി അന്താരാഷ്ട്ര ദിനാങ്കരേഖ കാണപ്പെടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഇനി അടുത്ത ഒരു വീഡിയോ നമുക്ക് എങ്ങനെയാണ് സമയം കണക്കാക്കേണ്ടത് എന്നാണ് പറയേണ്ടത്. അതുമായി മറ്റൊരു വീഡിയോ. താങ്ക്